നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8, 2026 വ്യാഴം. ഇന്നലെ യുഎസിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 8:30 ഡിസംബർ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. കൂടാതെ നവംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസും ഉണ്ടായിരുന്നു. ഇതിൽ ഒരു ഡാറ്റ മാർക്കറ്റിന് അനുകൂലമായി വന്നപ്പോൾ മറ്റൊരു ഡാറ്റ മാർക്കറ്റിന് പ്രതികൂലമായിട്ടാണ് റിലീസ് ചെയ്യുകയും ഉണ്ടായത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നഷ്ടപ്പെട്ട പോയിന്റുകളുടെ ഭൂരിഭാഗം ഭാഗം തിരിച്ചു പിടിക്കുവാനായെങ്കിലും നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് തുടർച്ചയായി ഈ ആഴ്ചയിൽ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സെല്ലിംഗ് ശക്തമാക്കുക തന്നെ ഉണ്ടായി. തൽഫലമായി 1527.71 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ഇന്നലെയും അവരുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2889.32 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഡൗൺ സൈഡിലേക്ക് 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യലുമാണ്. കാരണം നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA നിലകൊള്ളുന്നതും ഈ ലെവലിലായതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെ ഇല്ല. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ഡാറ്റയുടെ റിലീസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും. അതിൽ ഡിസംബർ മാസത്തെ ISM സർവീസ് PMI ഡാറ്റ നവംബറിൽ നിന്നും ഡിസംബറിലേക്ക് വന്നപ്പോൾ 1.8 പോയിന്റ്സുകളുടെ നേട്ടത്തോടുകൂടി 54.4 എന്ന ലെവലിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. മാത്രവുമല്ല കഴിഞ്ഞ വർഷം അതായത് 2025 വർഷത്തെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ISM സർവീസ് PMI ഡാറ്റ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വരികയും ഉണ്ടായത്. ഒക്ടോബറിൽ നിന്ന് നവംബറിലേക്ക് വന്നപ്പോൾ നേരിയ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കൂടിയിട്ടും 2024 സെപ്റ്റംബറിന് ശേഷം ഏറ്റവും മോശമായിട്ടുള്ള ജോബ് ഓപ്പണിംഗ് ഡാറ്റയാണ് ഇന്നലെ യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. 7.1 മില്യൺ എന്ന ലെവലിലായിട്ട്. ഇന്ന് പ്രധാനമായും രണ്ട് ഗ്ലോബൽ ഇവന്റുകളാണ് നിലനിൽക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 ഫ്രാൻസിൽ നിന്നും ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പാരലിന്റെ റിലീസ് ഉണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 6:30 ജർമ്മനിയിൽ നിന്നും ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പാരലിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും HDFC ബാങ്ക് ADRന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.3% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം ICICI ബാങ്ക് ADRന് 1.65%, അതേസമയം ഇൻഫോസിസ് ADRന് 0.25%, വിപ്രോ ADRന് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്നലെ യുഎസിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സർവീസ് PMI ഡാറ്റ റിലീസ് ചെയ്യപ്പെട്ടെങ്കിലും 1.25 വർഷത്തിന് ശേഷം ഏറ്റവും മോശമായി വന്ന ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ ഫലമായിട്ട് US മാർക്കറ്റിൽ ഇന്നലെ S&P 500ന് 0.5%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. നാസ്ഡാക്കിന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 0.25%, അതായത് 370 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് 0.5%-അടുത്തും ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1%-അടുത്ത് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. നിലവിൽ ഏഷ്യൻ മാർക്കറ്റ്സുകൾ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-അടുത്തും ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 0.5%-ലേറെ ഇടിവാണ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.26 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.28 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിൽ $4,464.85 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം.
നിഫ്റ്റിയുടെ PCR 0.74 എന്ന ലെവലിലും മാക്സ് പെയിൻ 26,150 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇന്നലെയും തുടർന്ന ഇടിവിന്റെ ഫലമായി തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. RSIയിലും നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.96 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. വീക്ക്നെസ് നിലനിൽക്കുമ്പോഴും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എങ്കിലും RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 62.85 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 59,900 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ സ്റ്റീൽ ക്വാർട്ടർ 3 ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസില് ഇന്ത്യയിലെ പ്രൊഡക്ഷനിൽ 11.4% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ ഡെലിവറി വോളിയത്തിലും 14.2% വളർച്ച രേഖപ്പെടുത്തി. NCL ഇൻഡസ്ട്രീസ് ക്വാർട്ടർ 3 ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസിൽ സിമന്റ് പ്രൊഡക്ഷനിൽ 5% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ സിമന്റ് ഡിസ്പാച്ചസിൽ 5% വളർച്ചയും രേഖപ്പെടുത്തി. അതേസമയം സിമന്റ് ബോർഡിന്റെ പ്രൊഡക്ഷനിൽ 41% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. സിമന്റ് ബോർഡിന്റെ ഡിസ്പാച്ചസിലും 25% ഇടിവ് രേഖപ്പെടുത്തി. ഇൻഫോസിസ് ആഗോള സംരംഭങ്ങൾക്കായുള്ള AI മൂല്യ യാത്ര ത്വരിതപ്പെടുത്തുന്നതിനായി കൊഗ്നീഷനുമായി തന്ത്രപരമായ സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. ഗ്ലാൻഡ് ഫാർമ അലർജി കൺജക്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ണിലെ ചൊറിച്ചിൽ ചികിത്സിക്കുന്നതിനായിട്ടുള്ള മെഡിസിന് US FDAയുടെ ഭാഗത്തു നിന്നും അംഗീകാരം ലഭിച്ചു. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് 2025 ഡിസംബറിലെ മൊത്തം ടോൾ പിരിവ് 11.7% വർദ്ധിച്ച് 753.8 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ മാസം 674.7 കോടി രൂപയായിരുന്നു ഇത്. മീഷോ മേഘ അഗർവാൾ ജനറൽ മാനേജർ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയുണ്ടായി. ഏഞ്ചൽ വൺ കമ്പനിയുടെ ഓഹരി മൂലധനത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിനായി ഡയറക്ടർ ബോർഡ് ജനുവരി 15 യോഗം ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.